തുടർന്നുകൊണ്ട് വീണ്ടും അവരുടെ വാക്കുകൾ, ശിക്ഷ വരും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ അനുഭവിക്കേണ്ടി വരും തുടങ്ങിയിട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയിരുന്നുവല്ലോ ഖുർആനിക വചനങ്ങളിലൂടെ. അപ്പം അവരുടെ ചോദ്യം, വയഖൂലൂന, അവർ പറയുകയാണ്. അല്ലാഹു തആല ഈ മുശ്രിക്കീങ്ങളുടെ മനോഗതി പറയാണ്. വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, മതാ ഹാദൽ വഅദു, എപ്പോഴാണ് ഈ വാഗ്ദത്ത കാര്യം വന്നെത്തുക എന്ന്. അതായത് അന്ത്യനാൾ സംഭവിക്കാനുണ്ട്, പരലോക വിചാരണയുണ്ട്, അതികഠിനമായിരിക്കും അന്നത്തെ ദിനം എന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുമ്പോൾ അവരുടെ മറുപടിയാണിത്. വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, മതാ ഹാദൽ വഅദു, എപ്പോഴാണ് ഈ വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടക്കുക, അതൊക്കെ എപ്പോഴാ സംഭവിക്കുക. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. കണ്ടോ, അള്ളാഹുവിൻ്റെ പ്രവാചകനോടും വിശ്വാസികളോടുമൊക്കെയാണത്. നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ ഈ പറയുന്ന ലോകത്തിൻ്റെ പര്യവസാനവും അതല്ലെങ്കിൽ ലോകാവസാനവും, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്നൊക്കെ പറയലുമൊക്കെ എപ്പോഴാ ഇതൊക്കെ സംഭവിക്കുക എന്ന് അവർ പറയുകയാണ്. വാസ്തവത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രവാചകന്റെ സത്യസന്ധതയിൽ വരെ സംശയിക്കുന്ന ശൈലിയാണല്ലോ പോയി കാണുന്നത്. ഇൻ കുൻതും സാദിഖീൻ എന്നാ പറയണേ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ അതെപ്പോഴാ എന്നാണ് അവർ പറയുന്നത്. അത് ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാര് അതാത് ജനവിഭാഗത്തോട് നിങ്ങൾക്ക് ശിക്ഷ വരും എന്ന് പറയുമ്പോൾ, എന്നാ പിന്നെ അതൊന്നും കാണട്ടെ, എന്താ പിന്നെ വരാത്തതാ ശിക്ഷയൊന്നും എന്നിങ്ങനെ ഒരു നിഷേധത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വാക്കുകളൊക്കെ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ലാഹു തആല അതിന് നൽകുന്ന മറുപടി എന്താണ്? ഖുൽ, പ്രവാചകരെ പറയൂ, അസാ അൻ യകൂന റദിഫ ലക്കും ബഅദുല്ലദീ തസ്തഅജിലൂൻ. അസാ അൻ യകൂന, ഇതാ ഉണ്ടായേക്കാം. ഉണ്ടായേക്കാം എന്ന് പറയുമ്പോൾ സംശയമൊന്നുമല്ല, ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ്. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അസ എന്ന് പ്രയോഗിക്കുമ്പോൾ അത് സംഭവിച്ചേക്കാം എന്നുള്ള, സംഭവിക്കോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളിലേക്ക് ചേർത്ത് പറയുമ്പോഴേ ആ അർത്ഥം ശരിയാവുള്ളൂ. അള്ളാഹു ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ആയേക്കാം എന്നുള്ളതൊന്നുമല്ല അങ്ങനെ തന്നെ സംഭവിക്കുന്ന. അസാ അൻ യകൂന റദിഫ ലക്കും, നിങ്ങളുടെ പിന്നിൽ തന്നെ വന്നേക്കാം. റദിഫ എന്ന് പറഞ്ഞാൽ പിന്നിൽ തന്നെ വന്നു. റദിഫ ലക്കും, നിങ്ങളുടെ തൊട്ട് പിന്നിൽ തന്നെ വന്നേക്കാം. നമ്മളുടെ ഇപ്പൊ സൈക്കിളിന്റെ മോട്ടോർ ബൈക്കിന്റെ ഒക്കെ വാഹനത്തിന്റെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് എന്താ പറയുക? റദീഫ് എന്നാ പറയാ. തൊട്ട് പിന്നിലിരിക്കുന്ന ആൾക്ക് എന്ത് പറയും? റദീഫ് എന്നാണ് ഭാഷയിൽ പ്രയോഗിക്കുക. ഇവിടെ പ്രയോഗിച്ചുകൊണ്ട് റദിഫ ലക്കും, നിങ്ങളുടെ തൊട്ട് പിന്നിൽ തന്നെ വന്നേക്കാം. എന്ത്? ബഅദുല്ലദീ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ചിലത്. ബഅദ്, ചിലത്. ബഅദുല്ലദീ തസ്തഅജിലൂന, തസ്തഅജിലൂന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ധൃതി കൂട്ടുന്നു. നിങ്ങപ്പോ എന്തിനാപ്പ അവര് ധൃതി കൂട്ടുന്നത്? ശിക്ഷക്ക്, അല്ലേ? ശിക്ഷക്കാണല്ലോ തിരക്കൂട്ടുന്നത്. അപ്പൊ ആ ശിക്ഷയിൽ നിന്ന് ചിലതൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം, നിങ്ങൾക്ക് വരുന്നതാണ് എന്നർത്ഥം.